ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഡേറ്റ് സിറപ്പ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതിന് ആദ്യം കുറച്ച് വെള്ളം നന്നായി ചൂടാക്കുക. വെള്ളം തിളപ്പിച്ച് തന്നെ എടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ഡേറ്റ്സ് എടുക്കുക. ഞാനിവിടെ കൃത്യമായ ഒരു അളവിലൊന്നുമല്ല എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള പോലെ കുറച്ച് എടുക്കണം. അതിലേക്ക് ഈ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അരമണിക്കൂർ ഡേറ്റ്സ് ആ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ കുരുവും അതിൻ്റെ കുറച്ച് തൊലികളൊക്കെ പൊളിഞ്ഞ് കിട്ടും. അതെല്ലാം കളഞ്ഞ് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. സാധാ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഞാൻ ആ ഇളക്കിയിരുന്ന സ്പൂൺ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ടാണ് ആ വെള്ളത്തിന് ആ കളറുള്ളത്. ഇപ്പോൾ നന്നായി അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡേറ്റ്സ്. ഇനി അത് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുണി കെട്ടി വയ്ക്കാം. അത് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പുതിയ തോർത്ത് ഉണ്ടെങ്കിൽ അതോ അങ്ങനെ എന്തെങ്കിലും നന്നായി കെട്ടി വെച്ചിട്ട് അതിലൂടെ നമുക്ക് ഈ ഡേറ്റ്സ് അരച്ചത് അതിലൊഴിച്ചിട്ട് നമുക്കതിലൂടെ അത് അരിച്ചെടുക്കണം. മിക്സി ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ഇതിലേക്ക് ഒഴിക്കുക. ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടി മാത്രമാണ് ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. ബാക്കി ഇത് അരയ്ക്കാനൊക്കെ സാധാ പച്ചവെള്ളം എടുത്തിട്ട് തന്നെയാണ് അരച്ചിട്ടുള്ളത്. ഇതിന് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം. മെല്ലെ മെല്ലെ നന്നായി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി അത് അരിച്ചെടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഒക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കോളും അതിൻ്റെ നീരൊക്കെ. അത് കഴിഞ്ഞ് അതെടുത്ത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായി പിഴിഞ്ഞെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ അങ്ങനെ എന്തിൻ്റെ കൂടെയും കുട്ടിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പാലിൽ കലക്കി കൊടുത്താൽ നല്ലതാണ്. ഡേറ്റ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വെറും ഡേറ്റ്സ് വെള്ളം കൂട്ടി അരച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
കണ്ടോ, പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇങ്ങനെ കിട്ടും. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇനി ഇത് നമുക്ക് ഒരു അടുപ്പത്ത് പാത്രം ചൂടാക്കി അതിലൊഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കണം. ആ വെള്ളം മുഴുവനും വറ്റി അവസാനം ഒരു സിറപ്പ് പോലെ നല്ല ഡേറ്റ്സിൻ്റെ കട്ടിയുള്ള സിറപ്പായിട്ട് നമുക്ക് കിട്ടും. അതുവരെ നമ്മളിത് കുറുക്കിയെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. കുറുകി വരുന്നുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട്. കണ്ടോ, ശർക്കരപ്പാനി ഉണ്ടാക്കുന്നത് പോലെയില്ലേ? പക്ഷേ ഇതിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല, ഡേറ്റ്സ് മാത്രമാണ്. ഇപ്പോൾ അത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തില്ല, നന്നായി തണുക്കാൻ വയ്ക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്ത് അത് തണുക്കാൻ വെക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കുറുകിയിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നെങ്കിൽ അത് വല്ലാതെ കട്ടിയായി. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇത് വളരെ നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.